നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരത്ത് സഹപാഠികളുടെ മത്സരം. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഇത്തവണ മത്സരരംഗത്തുള്ളത് ഇടത് സ്ഥാനാർത്ഥികളായി. 1, 2, 14 വാർഡുകളിലാണ് സഹപാഠികൾ ജനവിധി തേടുന്നത്. പിണറായി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ B ടീമാണെന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. ഇടതു ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായി തദ്ദേശ തിരഞ്ഞെടുപ്പ് മാറണമെന്നും ഹമീദ് അലി തങ്ങൾ. നെല്ലായ പേങ്ങാട്രിയിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ സാധനങ്ങൾ കത്തിനശിച്ചു. ആളപായമില്ല. ഒറ്റപ്പാലം നഗര നവീകരണം. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായ നടപ്പാതകൾ ഒരുങ്ങുന്നു. ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തികൾ. നടപ്പാതകൾ ടൈൽസ് വിരിച്ച് മനോഹരമാക്കും. വാർത്തകളിലേക്ക് വിശദമായി. ചെർപ്പളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടറുടെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഉചിത നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ബിനു തോമസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ഉചിത നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയത്. ഇക്കഴിഞ്ഞ നവംബർ 15-നാണ് പോലീസ് ക്വാർട്ടേഴ്സിൽ ബിനു തോമസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്ത് റിപ്പോർട്ടിനൊപ്പം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പിലെ 4, 5, 6 പേജുകളിൽ നിലവിൽ വടകര DYSP ആയിരിക്കുന്ന ഉമേഷിനെതിരെ ഗുരുതര ആരോപണം വിശദീകരിക്കുന്നു. DYSPക്ക് എതിരെയുള്ള മരണപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ ആരോപണം സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണണം. വസ്തുതകളിൽ നീതിപൂർവം അന്വേഷണം വേണം. കുറിപ്പിലെ വെളിപ്പെടുത്തലിൽ കൃത്യമായ അന്വേഷണവും നടപടികളും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിൽ ആവശ്യമായ അന്വേഷണം നടക്കുന്നില്ല. പോലീസിലെ മേലധികാരിക്കെതിരെയുള്ള ആരോപണം പോലീസ് സംഘം അന്വേഷിക്കുന്നതിനേക്കാൾ ഗുരുതര ആരോപണമുള്ളതിനാൽ ബിനു തോമസിന്റെ മരണം CBIയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് കുളത്തൂർ ജയ്സിംഗ് ആവശ്യപ്പെടുന്നത്. 2014-ൽ പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കെ വടക്കഞ്ചേരിയിൽ അറസ്റ്റിലായ യുവതിയെ കേസിൽ നിന്ന് ഒഴിവാക്കാനെന്ന് വാഗ്ദാനം നൽകി ഉമേഷിനെ കാറിൽ അന്ന് യുവതിയുടെ വീട്ടിലെത്തിച്ചത് കീഴുദ്യോഗസ്ഥനായ ബിനു തോമസ് ആയിരുന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ വർഷങ്ങൾക്കിപ്പുറം ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരേ ചിഹ്നത്തിൽ അടുത്തടുത്ത വാർഡുകളിലായി മത്സരിക്കുന്നു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് 3 സഹപാഠികൾ ജനവിധി തേടുന്നത്. 1-ാം വാർഡിൽ നിന്ന് VC ഉണ്ണികൃഷ്ണനും 2-ാം വാർഡിൽ നിന്ന് MK ദ്വാരകാനാഥനും 14-ാം വാർഡിൽ നിന്ന് M അരുണയുമാണ് LDF സ്ഥാനാർത്ഥികളാകുന്നത്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികളായിരുന്നു മൂവരും. ദ്വാരകാനാഥനും അരുണയും മണ്ണമ്പറ്റ VTP കോളേജിലും ഒരുമിച്ച് പഠിച്ചവരാണ്. 2000-ന് ശേഷം പഞ്ചായത്ത് ഭരണത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഉണ്ണികൃഷ്ണനും ദ്വാരകാനാഥനും. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഒരേ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുക എന്നത് വലിയ സന്തോഷം കൂടിയാണെന്ന് 2-ാം വാർഡിൽ മത്സരിക്കുന്ന ദ്വാരകാനാഥൻ പറഞ്ഞു. ഞാനും അരുണയും ഉണ്ണികൃഷ്ണനും ഞങ്ങൾ 3 പേരും സഹപാഠികളാണ്. ശ്രീകൃഷ്ണനും ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞങ്ങൾ ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലാണ് ഞങ്ങൾ ഒരുമിക്കണം. അതിൽ ഞാനവിടെ ഏതാണ്ട് 5-ാം ക്ലാസ് മുതൽ അവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പലമ്പിലിമംഗലത്ത് LP 5 വരെ അവിടെ ഉള്ളതുകൊണ്ട് 6-ലാണ് എത്തുന്നത്. ടീച്ചർ അരുണ എത്തുന്നത് 8-ലാണ്. അപ്പം ഞങ്ങൾ അന്നുണ്ടായിരുന്നൊരു സൗഹൃദമുണ്ട്. ഉണ്ണികൃഷ്ണൻ ഒരു പക്ഷേ നമ്മുടെ സ്ഥലത്തിനേക്കാൾ ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ്. അരുണയും ഞാനും പറയുന്നത് ഏതാണ്ട് ഒരു 500 മീറ്റർ ദൂരം മാത്രം. അതായത് നിത്യേന കാണുന്നവരുമാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ, അച്ഛന്മാർ തമ്മിലൊക്കെ വളരെ അടുത്തൊരു സൗഹൃദമൊക്കെ ഉള്ള ആളുകൾ കൂടിയാണ്. ഹൈസ്കൂളിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഞങ്ങളുടെ സൗഹൃദം ഒന്നുകൂടി. അരുണയാണെങ്കിൽ ഞാനും അരുണയും VTP കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ MESലേക്കാണ് പോയത്. ഉണ്ണികൃഷ്ണൻ അന്നത്തെ കാലത്തൊരു മികച്ച കായിക താരം കൂടിയാണ്. അരുണ പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കി കൂടിയായിരുന്നു VTP കോളേജിൽ. അപ്പോൾ അതിൽ പിന്നീട് വന്നൊരു മാറ്റത്തിൽ 2000-ന് ശേഷം ഞാനും ഉണ്ണികൃഷ്ണനും പഞ്ചായത്തിൻ്റെ ഭരണസമിതികൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്.
അതൊക്കെ നമുക്ക് വളരെ നല്ലൊരു അനുഭവമാണ്. നമ്മുടെ കൂടെ പഠിച്ച ആളുകളോടൊപ്പം സഹപ്രവർത്തകരായി ജനപ്രതിനിധിയായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക. അതിനേക്കാൾ കൂടുതലായി ഞങ്ങൾ 3 പേർക്കും, അതായത് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അതും ഒരേ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുക, അതും ഏതാണ്ട് അടുത്തടുത്ത വാർഡുകളിൽ മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സമയം. 86-87 കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തെത്തിയതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സജീവമായിരുന്നുവെന്നും സഹപാഠിയായിരുന്ന അരുണ ടീച്ചറുടെ ഭർത്താവിനൊപ്പവും സഹോദരനൊപ്പവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന VC ഉണ്ണികൃഷ്ണൻ പറയുന്നു. 4 തവണ നിന്നപ്പോഴും ജനങ്ങൾ കൈവിട്ടില്ല, ഇനിയും കൈവിടില്ലെന്നാണ് വിശ്വാസമെന്നും VC ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സുഹൃത്തായ അരുണയുടെ ഭർത്താവ് സുബ്രഹ്മണ്യേട്ടൻ അവർ മരിച്ചുപോയി. പക്ഷേ അവരുടെയൊക്കെ ഒരു നേരായ ഒരു മാർഗവും രാഷ്ട്രീയവും ഒക്കെ എനിക്ക് അതിലൂടെ പാത പിന്തുടരാൻ പറ്റി. ഇന്നും ജനങ്ങളുടെ ഇടയിൽ കൂടെ ചെല്ലുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിശ്വസിക്കാവുന്ന ഒരു ആളായിട്ട് മാറാൻ ഇവരെ പോലുള്ള സുബ്രഹ്മണ്യേട്ടനെ പോലുള്ള, അതിനുപരി അരുണയുടെ പിന്നെ ഏട്ടനല്ലേ വരിക, അജയൻ ഇവിടുത്തെ ഡിവൈഎഫിയുടെ വില്ലേജ് സെക്രട്ടറി, ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഞാൻ വില്ലേജ് സെക്രട്ടറി, പിന്നെ മൂപ്പർ വൈസ് പ്രസിഡന്റായി, ഇങ്ങനെ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ദ്വാരകന്റെ അച്ഛനായിട്ടൊക്കെ അവരുടെ അച്ഛനൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കോയിനുട്ടി മാഷയുടെ ഒക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തലോടലൊക്കെ എനിക്ക് ഇന്നും കിട്ടിയിട്ടുണ്ട്. പണ്ടുകാലത്തെ സൗഹൃദം ഇപ്പോഴുള്ള അത്ര ദൃഢമല്ലായിരുന്നുവെന്നും പെൺകുട്ടികളുമായി ഇവർ മിണ്ടാറുപോലും ഉണ്ടായിരുന്നില്ലെന്നും ഉണ്ണികൃഷ്ണനുമായും ദ്വാരകാനാഥനുമായും പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സൗഹൃദം ദൃഢപ്പെട്ടതെന്നും 14-ാം വാർഡ് സ്ഥാനാർത്ഥി അരുണ ടീച്ചർ പറഞ്ഞു. സ്വന്തം വീട് ശ്രീകൃഷ്ണപരമായി കണ്ട വ്യക്തിയാണ് തൻ്റെ ഭർത്താവായ സുബ്രഹ്മണ്യൻ. ഭർത്താവിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ മത്സരിക്കുന്നതെന്നും ടീച്ചർ പറഞ്ഞു. ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ ഉള്ള തലമുറക്കാരുടെ രീതിയിലുള്ള ഒരു സൗഹൃദങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കാണുമ്പോഴത്തെ ആ ഒരു കുട്ടിക്കാലത്തുള്ള ഒരു ഞങ്ങളുടെ കാലത്ത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു. പെൺകുട്ടികളോട് സംസാരിക്കാൻ പോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അന്ന് ഇവരെ കാണും എന്നല്ലാതെ കൂടുതലായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ കോളേജിലൊക്കെ ചേർന്നതിന് ശേഷം, BTB കോളേജിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവരെ കാണുമായിരുന്നു. ദ്വാരകാനാഥനെയൊക്കെ വളരെയധികം അന്നും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആൾ തന്നെയായിരുന്നു ദ്വാരക. അതുപോലെ തന്നെ സ്പോർട്സിൽ നല്ല വെടിവെടുക്കുന്ന ആളായിരുന്നു VC. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരേ പ്രദേശത്തെ ആൾക്കാരാണ്, അതുകൊണ്ട് ധാരാളം പല അവസരങ്ങളും നമ്മൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇത്രയും കൂടെ നല്ല സൗഹൃദത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം. കുലിക്കലൂർ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഇത്തവണ പൊരിഞ്ഞ പോരാട്ടം. കോൺഗ്രസിലെ ശക്തൻ രാജൻ പൂതനായിലാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. എന്നാൽ യുവ പോരാളിയായ CK മുഹമ്മദ് ഷിയാദിനെ സ്ഥാനാർത്ഥിയാക്കി വാർഡ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് LDF. കുലിക്കലൂർ പഞ്ചായത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ് മപ്പാട്ടുകര ഈസ്റ്റ് 8-ാം വാർഡ്. UDF സിറ്റിംഗ് വാർഡായ ഇവിടെ ഇത്തവണ മത്സരരംഗത്തുള്ളത് ശക്തനായ നേതാവ് രാജൻ പൂതനായിലാണ്. വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി രാജൻ പൂതനായിൽ മുന്നോട്ടു പോകുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം നാട്ടിലെ വികസന പ്രശ്നങ്ങളും ഇവിടെ ചൂടേറിയ ചർച്ചയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണവുമായി മുന്നോട്ടു പോകുന്നതെന്ന് രാജൻ പൂതനായിൽ പറഞ്ഞു. അതായത് എൻ്റെ പ്രവർത്തന മേഖല ഈ വാർഡിൽ ഇതുവരെ ഞാൻ മത്സരിച്ചിട്ടില്ല. എൻ്റെ 25 വർഷക്കാലമായി എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന ഒരു പ്രദേശമാണ് ഈ വാർഡ് 8 മപ്പാട്ടുകര. അതുകൊണ്ട് എനിക്ക് വളരെയധികം ശുഭപ്രതീക്ഷയുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും. നാട്ടുകാർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ വിഷയങ്ങളും നമ്മൾ സ്ഥിരമായി ഇടപെടുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ സ്വന്തം നാടാണ്. നാട്ടുകാർ വളരെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും നോക്കിക്കാണുന്നത്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും വളരെയധികം ആളുകൾ സ്വാഗതം ചെയ്യുന്നു. വളരെ ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ ഒരു പ്രതിപക്ഷത്ത് ഇരുന്നിരുന്ന ഒരു വാർഡ് കൂടിയാണ്. ഇടതുപക്ഷം ഒരു അവഗണിച്ച വാർഡ് കൂടിയാണ്. മെമ്പർ UDFൻ്റെ ആയിട്ട് പോലും വളരെയധികം അവഗണിച്ച് പോയിട്ടുള്ള ഒരു വാർഡാണ് ഈ 8-ാം വാർഡ്. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ വാർഡുമായിട്ടുണ്ട്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളുടെ ഇടയിലുള്ള ആവശ്യമുള്ള വിഷയങ്ങൾ മുൻകരുതലോടുകൂടി വ്യക്തമായി ധാരണയോട് കൂടിയിട്ട് അത് പരിഹരിക്കുക എന്നാണ് ഉത്തമ ബോധ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പെ നേരിടുന്നത്. എന്നാൽ വാർഡ് ഇത്തവണ ഇടത്തോട് ചായുമെന്ന് LDF സ്ഥാനാർത്ഥി CK മുഹമ്മദ് ഷിയാദ് പറഞ്ഞു. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്.
വിജയിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും CK മുഹമ്മദ് ഷിയാദ് പറഞ്ഞു. ആദ്യഘട്ട പ്രചരണം എന്നുള്ള രൂപത്തിൽ എല്ലാ വീട്ടിലും എല്ലാ ആളുകളിലും സംസാരിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. ഈ വാർഡ് കഴിഞ്ഞ ഒരു 5 വർഷക്കാലം, ഒരു 4.5 വർഷക്കാലം ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയിലുണ്ടായിരുന്നേരും. ആ സമയത്ത് ഈ പഞ്ചായത്തും വില്ലേജും മറ്റുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നത് ഞാനായിരുന്നു എന്നൊരു തികഞ്ഞ ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും, ഈ നാട്ടിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും എന്നെ നേരിട്ട് അറിയാവുന്നതാണ്. അതിന് മറ്റൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഈ നാടിന് തന്നെ ഇല്ല. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ പ്രചരണ ദിവസങ്ങളിലെല്ലാം കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആളുകൾക്ക് ഈ നാടിലൊരു മാറ്റം വരണമെന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രതികരണങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി C. രാധാകൃഷ്ണനും വാർഡിൽ മത്സരിക്കുന്നുണ്ട്. വാർഡിൽ സ്വാധീന ശക്തിയാവാനുള്ള ശ്രമത്തിലാണ് BJPയുടെ മത്സരം. പട്ടാമ്പി നഗരസഭയിലെ 26-ാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഊർജിതമായി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണമാണ് വാർഡിൽ നടക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ 26-ാം വാർഡായ നേതിരിമംഗലത്ത് ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം വാർഡിൽ പൊടിപൊടിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവും നിലവിലെ നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമിയാണ് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ UDFന്റെ വാർഡായ 26-ൽ വിജയം ആവർത്തിക്കാനാണ് ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പഞ്ചായത്ത് അംഗമായെല്ലാം നാരായണസ്വാമി പ്രവർത്തിച്ചിരുന്നു. വാർഡിലെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥിയുടെ പ്രചരണം മുന്നോട്ടു പോവുകയാണ്. 25 വർഷം മുമ്പ് പഞ്ചായത്ത് അംഗമായതും ഈ പ്രദേശത്ത് നിന്നാണെന്നും വാർഡിൽ വിജയം ആവർത്തിക്കുമെന്നും KR നാരായണസ്വാമി പറഞ്ഞു. ഞാൻ മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് ജയിച്ചിട്ടുള്ള മൂർക്കാട്ടുപറമ്പ്, പന്തക്കപ്പറമ്പ്, കൈരളി ഷീറ്റ്, ദുർഗാ ഷീറ്റ് ഈ ഭാഗത്തു നിന്നാണ് 25 കൊല്ലം മുമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് മെമ്പറായതും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായതും പിന്നീട് കൗൺസിലറുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ മനപ്പാടാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രാദേശികമായിട്ട് അവരുടെ വീടുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ പിന്നോക്കക്കാർക്കും പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു നൽകാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പഠിച്ച ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള ഭാഗത്താണ് ഈ പ്രദേശത്തെ എല്ലാ ആളുകളും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് നാടിൻ്റെ വികസനം, പ്രത്യേകിച്ച് മൂർക്കാട്ടുപറമ്പ്, പന്തക്കപ്പറമ്പ് പ്രദേശത്തെ നേതൃമംഗലത്തിൻ്റെ വികസനത്തിന് ഉള്ള ഒരു സപ്പോർട്ട് എനിക്കിവിടെ എല്ലാ വീടുകളും ചെന്നപ്പോൾ ഞാൻ മുമ്പ് ചെയ്തു വെച്ച റോഡുകൾ, അന്ന് നൽകാൻ കഴിഞ്ഞ ഗ്രാമസഭ മുഖാന്തരമൊക്കെ നൽകാൻ കഴിഞ്ഞ വീടുകൾ, ആ വീട്ടുകാരൊക്കെ അത് മറന്നിട്ടില്ല. അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ വിജയിപ്പിക്കുന്ന വാക്ക് തന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളോട് തുടക്കം എനിക്ക് ഇവിടുന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എൻ്റെ ഒരു ലാസ്റ്റ് ഇലക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ശക്തിയും പ്രയത്നവും അറിവും അർപ്പണബോധവും ഒക്കെ ഈ നേതിരിമംഗലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്നെ കൊണ്ട് സാധിക്കാൻ ഇവിടുത്തെ എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്ക് ആവശ്യമാണ്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ നിസ്സാര വോട്ടുകൾക്ക് 2ാം സ്ഥാനത്തെത്തിയ സുമാ സത്യനാണ് ഇത്തവണയും NDA സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിക്കുന്നത്. BJP മണ്ഡല സെക്രട്ടറി കൂടിയാണ് സുമാ സത്യൻ. സ്ഥാനാർത്ഥിയുടെ പ്രചരണം വാർഡിൽ സജീവമായി കഴിഞ്ഞു. ഇത്തവണ വാർഡിൽ വിജയം ഉറപ്പിക്കാനാവുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പക്ഷം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വാർഡിലെ എല്ലാ കാര്യങ്ങളും സജീവമായിരുന്നുവെന്നും സുമാ സത്യൻ പറയുന്നു. 26-ാം ഡിവിഷനിൽ കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ തന്നെയായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. 19 വോട്ടിനാണ് നമ്മൾ 2ാം സ്ഥാനത്ത് എത്തിയത്. ഇപ്രാവശ്യം നമ്മൾ വൻ വിജയത്തിൽ മുന്നേറുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി വാർഡിൽ സജീവമായി രംഗത്തുണ്ട്. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വികസനം ഈ വാർഡിൽ നടപ്പിലാക്കും. വാർഡിൽ വിജയപ്രതീക്ഷയുമായാണ് LDF സ്ഥാനാർത്ഥി സുരേഷിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. CPM പന്തക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് സുരേഷ്. കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ നഗരസഭാ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥന പുരോഗമിക്കുകയാണ്. എന്നും വാർഡിന്റെ വികസനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തി വന്നിരുന്നതെന്ന് സുരേഷ് പ്രതികരിച്ചു. ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ രംഗത്തുള്ള ഒരാളാണ്. ആ നിലയ്ക്ക് ഈ നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളിലും പ്രശ്നപരിഹാരത്തിനൊക്കെ ആയിട്ട് നമ്മൾ മുന്നിൽ നിൽക്കാറുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഒരു ഫലമായി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിച്ച് കയറാനാവുന്ന ഒരു സാധ്യതയിലാണ് നമ്മൾ മുന്നണിയും നമ്മുടെ പ്രവർത്തകരും അടുത്ത ആത്മവിശ്വാസത്തിലാണ്. നിലവിലെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിലും അതുപോലെ പ്രളയ സമയത്തുള്ള ബുദ്ധിമുട്ടിലും കൊറോണ കാലത്തും എല്ലാം നമ്മൾ ജനങ്ങൾക്കൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ അത് വിജയമാക്കി മാറ്റാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയോടെ നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലടക്കം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്.
നിലവിൽ വാർഡിലെ കൗൺസിലറുടെ അഭാവത്തിൽ കൂടിയും ഈ വാർഡിലെ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു ഗുണം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പോസിറ്റീവായി ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടി നടന്നു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടിന്റെ ഗ്രാമപഞ്ചായത്തും ആ ഭരണസമിതിയിലെ അംഗവും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം സമ്മാനിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. മറ്റൊന്ന്, ആ ചോദിക്കുന്നതിൽ തന്നെ ഒരു കാപട്യമുണ്ട്. കോൺഗ്രസിന്റെ 3 ആളുണ്ട്, UDFന്റെ ഗ്രാമം ബ്ലോക്ക് ജില്ല. അപ്പൊ എന്നെ മാത്രം ജയിപ്പിക്കുന്ന കൂടെയുള്ള 2 ആളെ നിങ്ങൾ പരാജയപ്പെടുത്തുകളി എന്ന് പറയുമ്പോൾ തങ്ങളുടെ കൂടെ സ്ഥാനാർത്ഥികളായി പ്രവർത്തിക്കുന്നവരെ തള്ളിപ്പറയുന്ന ആ നിലപാടാണ് കോൺഗ്രസിന് എന്ന് വീണ്ടും വ്യക്തമാവുകയാണ്, അഥവാ BJPക്ക് എന്ന് വീണ്ടും വ്യക്തമാവുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായ വലമ്പിലിമംഗലം മുണ്ടോർശിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം 16 വാർഡുകളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 6-ാം വാർഡായ കുളക്കാട്ടുകുറിശ്ശിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയിരുന്നത്. B രാജേഷ്, NP പ്രിയേഷ്, PR സന്ദീപ്, ദേവരാജൻ, MC വാസുദേവൻ, M സൈതാലി, C രാജിക, രാധിക, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ B ടീമാണെന്ന് തങ്ങൾ. BJP സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത്. പദ്ധതിയെ എതിർത്ത CPIയെ പോലും അറിയിക്കാതെയാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. സമഗ്ര മേഖലകളിലും LDF സർക്കാർ തകർച്ചയാണ്. ഇടത് ഭരണത്തിന് എതിരെയുള്ള വിധിയെഴുത്തായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാറണമെന്നും തങ്ങൾ പറഞ്ഞു. കേരള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ അവസ്ഥയാണ് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡ്, അതുപോലെ മറ്റ് മേഖലയിലൊക്കെ തന്നെ തികഞ്ഞ പരാജയമാണ് ഈ കാലയളവിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ വിധിയെഴുതാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് സന്ദർഭത്തിൽ ഉദ്ഘാടനം. ഇവിടെ കഴിഞ്ഞ 5 വർഷമായി ബഷീർ നേതൃത്വത്തിലുള്ള മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഗവൺമെൻറ്, UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിരവധി വികസന പ്രവർത്തനങ്ങൾ നഗര വികസന രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരള ഗവൺമെൻറ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമുള്ള വിഹിതങ്ങൾ വെട്ടിക്കുറച്ചപ്പോഴും അതല്ലാതെ മറികടന്നുകൊണ്ട് നല്ല വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. UDF ചെയർമാൻ KC അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രകടന പത്രിക N ഷംസുദ്ദീൻ MLA പ്രകാശനം ചെയ്തു. കുന്തിപ്പുഴയിൽ പാലം വരുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കളിയാക്കിയവരുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാണ് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, അല്ലേ? കുന്തിപ്പുഴയിൽ പാലം വർഷങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നഗരവികസനം കുറെ കണ്ടതാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. എല്ലാവരെയും സഹകരിപ്പിച്ച് ഒരാളും 1-2 ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടായി. പക്ഷെ ബാക്കി ആരെയും വേദനിപ്പിക്കാതെ ഈ നഗരത്തിൽ റോട്ടിനുള്ള മുഴുവൻ സ്ഥലവും നമ്മൾ അക്യൂർ ചെയ്തെടുത്തു, നഗരം വികസിപ്പിച്ചു. അപ്പൊ അങ്ങനെ പലതും എല്ലാമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അവർ 5 കൊല്ലം കൊണ്ട് എല്ലാം ആവൂല. എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ നഗരസഭയും സമയമെടുത്ത് ഘട്ടം ഘട്ടമായിട്ട് തന്നെയാണ് വളർന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ള സംവിധാനമായി മാറുന്നത്. അപ്പൊ തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ ചെയ്ത UDF, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ജനങ്ങളോട് പറയുന്നു, ബാക്കി പൂർത്തീകരിക്കാനും UDFന് നിങ്ങളൊരു അവസരം ഇനിയും നൽകണം എന്ന് തന്നെ. VK ശ്രീകണ്ഠൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം പൂച്ച കൊണ്ടത് ചെമ്പ് പൂശി കൊണ്ടുവന്നു പ്രതികൾ ഇപ്പോൾ റേഷൻ കടയിലേക്ക് ക്യൂ നിൽക്കണ പോലെ നിൽക്കുക. ഇനി അടുത്ത 2 മന്ത്രിമാരും കൂടെയാണ് ജയിലിലേക്ക് പോവാണ്. എത്ര ഉന്നതര് ഈ കോടാനുകോടി രൂപയുടെ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് പ്രതികളാവുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലെ അരാജകത്വം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മയക്കുമരുന്നും മദ്യവും ക്രിമിനലിസവും വളർന്നുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. ലൈഫ് പദ്ധതിയാണ് ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞു, ലൈഫ് പദ്ധതി ഇത് ഇടത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ്. അപ്പൊ നമ്മൾ ആരും വിചാരിച്ചില്ല
പക്ഷെ കഴിഞ്ഞ 5 വർഷം മുമ്പ് 7 വർഷം മുമ്പ് കൊടുത്ത അപേക്ഷകളിൽ ഒന്നുപോലും പരിഗണിക്കാതെ 1 രൂപ പോലും പദ്ധതി വിഹിതത്തിന് പോലും പകുതി വെട്ടിക്കുറച്ചൊരു സർക്കാർ ഇതിനൊരു സ്പെഷ്യൽ പാക്കേജ് ഒന്നും ഉണ്ടാക്കാതെ പാവപ്പെട്ട ആളുകളെ വഴിയാധാരാക്കി. ആ അപേക്ഷ കൊടുത്തവര് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിക്കും നടന്ന് കാല് കഴിഞ്ഞു, ചെരുപ്പ് തേഞ്ഞത് ഒഴിച്ച് എവിടെയും വീട് കൊടുത്തില്ല. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ലൈഫ് പദ്ധതിയാണ്. അതായത് ലൈഫ് എന്ന് വെച്ചാൽ ജീവിതം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു സ്വപ്ന പദ്ധതിയാണ്. അപ്പൊ ജീവിതകാലം മുഴുവൻ സ്വപ്നം കാണുകയല്ലാതെ കേരളത്തിൽ എവിടെയും ലൈഫ് പദ്ധതി വീട് കൊടുത്തില്ല. സി ചന്ദ്രൻ, കളത്തിൽ അബ്ദുള്ള, എം വി രാമചന്ദ്രൻ നായർ, സി മുഹമ്മദ് ബഷീർ, പി ആർ സുരേഷ്, പി അഹമ്മദ് അഷ്റഫ്, കെ ആലിഫ് ഹാജി, വി വി ഷൗക്കത്ത് അലി, ഉസൈൻ കളത്തിൽ, പി സി ഷാജി, സി ഷഫീഖ് റഹ്മാൻ, വി ഡി പ്രേംകുമാർ, നൌഫൽ കളത്തിൽ, മുജീബ് പെരുമ്പിടി എന്നിവർ പ്രസംഗിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ വ്യാജചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിക്കുന്നതും അവ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടികളുണ്ടാകും. തിരഞ്ഞെടുപ്പ് കാലത്ത് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിരീക്ഷണം. പ്രചാരണത്തിന്റെ വിശ്വാസ്യതയും മത്സരത്തിലെ തുല്യതയും ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണം നടത്തുന്നവരും ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഡീപ് ഫേക്ക്, സിന്തറ്റിക് കണ്ടന്റ് എന്നിവ പൊതുജനാഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബാധിക്കാനും സാധ്യതയുള്ളതായി കമ്മീഷൻ വിലയിരുത്തി. ഇത് സംബന്ധിച്ച വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. സാങ്കേതികവിദ്യയുടെ ദുരുപയോഗമില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നീതിപൂർവമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും കമ്മീഷണർ ആവശ്യപ്പെട്ടു. IT ആക്ട് 2000, IT റൂൾസ് 2001, ഭാരതീയ ന്യായ സംഹിത 2023, മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇത്തരം ഉള്ളടക്കങ്ങളുടെ നിർമ്മാണത്തിലും പ്രചാരണത്തിലും കൃത്യമായി പാലിക്കണം. ഡീപ് ഫേക്ക് വീഡിയോ, ഓഡിയോ, തെറ്റായ വിവരങ്ങൾ, സ്ത്രീകളെ അപമാനിക്കുന്ന ഉള്ളടക്കം, കുട്ടികളെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്, മൃഗങ്ങളോടുള്ള ഹിംസ എന്നിവ പ്രചരിപ്പിക്കുന്നത് പൂർണ്ണമായും വിലക്കുന്നു. പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന AI അല്ലെങ്കിൽ ഡിജിറ്റലായി മാറ്റം വരുത്തിയ എല്ലാ ഉള്ളടക്കങ്ങളിലും AI ജനറേറ്റഡ്, ഡിജിറ്റലി എൻഹാൻസ്ഡ്, സിന്തറ്റിക് കണ്ടന്റ് എന്നീ വ്യക്തമായ ലേബലുകൾ ഉൾക്കൊള്ളണം. ഉള്ളടക്കം സൃഷ്ടിച്ച വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ പേര് മെറ്റ ഡാറ്റയിലും വിവരണത്തിലും വെളിപ്പെടുത്തണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഇടവേള. വാർത്തകളിലേക്ക്. നെല്ലായ പേങ്ങാട്രിയിൽ വൻ തീപിടുത്തം. ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് കത്തി നശിച്ചു. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്കാണ് നെല്ലായ പേങ്ങാട്രി കൊപ്പം റോഡ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിന് തീപിടിച്ചത്. യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഷെഡിന്റെ അകത്തും പുറത്തുമായി സൂക്ഷിച്ചിരുന്ന മരത്തടികൾക്കാണ് തീപിടിച്ചത്. ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് പുലർച്ചെ 6 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫയർഫോഴ്സിന്റെ വലിയ വാഹനം ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. തീപിടുത്തത്തിൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല. ഒറ്റപ്പാലം നഗര നവീകരണ പദ്ധതിയുടെ ഭാഗമായി കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായ നടപ്പാതകൾ ഒരുങ്ങുന്നു. സംസ്ഥാന ബജറ്റിൽ അനുവദിക്കപ്പെട്ട 2 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പ്രധാന പാതയുടെ തെക്ക് വശത്ത് നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം പാലം വരെയും വടക്കുഭാഗത്ത് പാലം മുതൽ വേങ്ങേരി ക്ഷേത്രം പരിസരം വരെയുമാണ് നടപ്പാതകൾ ഒരുക്കുന്നത്. വടക്കുവശത്തെ വേങ്ങേരി ക്ഷേത്രം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗം അടുത്ത ഘട്ടത്തിൽ നവീകരിക്കും. പാതയോരത്തെ ചാലുകളോട് ചേർന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടി ടൈൽസ് വിരിച്ച് കാൽനടയാത്ര സുരക്ഷിതമാക്കും. ചാലുകൾക്ക് മുകളിലെ തകർന്ന സ്ലാബുകൾ മാറ്റിയ ശേഷമാകും ഇതിനു മുകളിൽ ടൈൽസ് വിരിക്കുക. നടപ്പാത മനോഹരമാക്കുന്നതോടെ നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്നാണ് പ്രതീക്ഷ. റോഡ് കുറുകെ കടക്കാൻ സീബ്ര ലൈനുകൾ ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളിലും കൈവരികൾ സ്ഥാപിക്കും. കാൽനടയാത്രക്കാർ റോഡിലിറങ്ങി നടക്കുന്നത് ഒഴിവാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണിത്. കൈവരികൾ സ്ഥാപിക്കുന്ന ഭാഗങ്ങളിൽ ചെടിച്ചട്ടികൾ വെച്ച് മനോഹരമാക്കാനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട്. വെട്ടത്തൂർ കുളപ്പറമ്പ് റോഡിൽ വ്യാഴാഴ്ച ഉച്ചയോടെ ഉണ്ടായ അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്ക്. എടത്തനാട്ടുകര സ്വദേശി അരിപ്പൻ വീട്ടിൽ ആഫീഫ്, ഷാമില എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ ഗേറ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു.
കുളപ്പറമ്പിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടം. നിയന്ത്രണം വിട്ട കാർ സമീപത്തെ വീടിന്റെ ഗേറ്റിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിന്റെ ദൃശ്യം ഈ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എടത്തനാട്ടുകര ചളവ സ്വദേശികളായ അരിപ്പൻ വീട്ടിൽ ആഫിഫ്, ഷാമില എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ഭീമനാട് വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച നടന്ന ദേശവേലകളുടെ സംഗമം നിറച്ചാർത്തായി. 76 ദിവസത്തെ കളംപാട്ടിന് സമാപനം കുറിച്ചാണ് താലപ്പൊലി ആഘോഷിച്ചത്. ബുധനാഴ്ച എഴുന്നള്ളിപ്പ് നടന്നിരുന്നു. 76 ദിവസത്തെ കളംപാട്ടിന് സമാപനം കുറിച്ചാണ് ഭീമനാട് വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണ താലപ്പൊലി ആഘോഷിച്ചത്. ദേശവേലകളുടെ എണ്ണം വർധനവും ജനബാഹുല്യവും കാരണം എഴുന്നള്ളത്തും അമ്പലക്കുളത്തിനു സമീപത്തെ ആൽത്തറയിലെ അരിയേറും കൃത്യസമയത്ത് നടത്താൻ കഴിയാതെ വന്നതോടെ ഇത്തവണ 26-ാം തീയതി ബുധനാഴ്ചയാണ് എഴുന്നള്ളത്തും അരിയേറും നടന്നത്. തുടർന്ന് വ്യാഴാഴ്ചയാണ് വിവിധ ദേശവേലകളുടെ സംഗമം നടന്നത്. ചിറക്കൽ കാളിദാസൻ ഉൾപ്പെടെയുള്ള ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ വടക്കൻ, തെക്കൻ, പടിഞ്ഞാറൻ, കിഴക്കൻ, വടശ്ശേരിപ്പുറം, കുമഞ്ചേരിക്കുന്ന്, പെരുമ്പടാരി, ഭീമനാട് ടൗൺ ദേശവേലകളുടെ സംഗമം ഉത്സവത്തിന് നിറച്ചാർത്തായി. രാത്രി 8 മണിക്ക് നടുവിലാൽ തറയിലേക്ക് അരിയേറിനായി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 8:30 കല്ലൂർ ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ജയൻ, കല്ലുവഴി പ്രകാശൻ എന്നിവർ നയിച്ച മേളം നടുവിലാൽ തറയിൽ നടന്നു. 11 മണിക്ക് കളംപാട്ട്, കൂറവലിക്കൽ എന്നിവയോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. മലപ്പുറം ജില്ലയിൽ കൂടുതൽ കാലം ADM ആയി എന്ന ബഹുമതി സ്വന്തമാക്കി NM മെഹ്റലി നവംബർ 29-ന് ശനിയാഴ്ച വിരമിക്കും. പെരിന്തൽമണ്ണ സ്വദേശിയാണ് NM മെഹ്റലി. 2019 ജൂലൈയിൽ മലപ്പുറം ADM ആയി ചുമതലയേറ്റ അദ്ദേഹം പൊതുതെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി മറ്റു ജില്ലകളിലേക്ക് സ്ഥലം മാറിയ സമയമൊഴികെ ജില്ലയിൽ ADM ആയി സേവനമനുഷ്ഠിച്ചു. 1988-ൽ 19-ാം വയസ്സിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചതാണ് NM മെഹ്റലി. മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്തു. തുടർന്ന് പെരിന്തൽമണ്ണയിലേക്ക് സ്ഥലം മാറി. 2018-ൽ തിരൂർ RDO ആയി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതുവരെ പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷന് കീഴിലാണ് ജോലി ചെയ്തത്. 2018 പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അന്നത്തെ പെരിന്തൽമണ്ണ തഹസിൽദാരായിരുന്ന മെഹ്റലിയായിരുന്നു. നിലമ്പൂർ താലൂക്കിന്റെ അധിക ചുമതലയും ഉണ്ടായിരുന്നു. സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. 2019-ലെ പ്രളയസമയത്തും അദ്ദേഹം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. കരിപ്പൂർ വിമാന ദുരന്തമുണ്ടായ സമയത്തും മെഹ്റലിയായിരുന്നു ADM. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാലക്കാട്ടേക്ക് സ്ഥലം മാറിയ സമയത്താണ് കൊറോണയുടെ 2ാം തരംഗമുണ്ടായത്. അന്ന് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലേക്കും ഓക്സിജൻ സിലിണ്ടർ വിതരണം ചെയ്തിരുന്നത് കഞ്ചിക്കോട് ഐനോക്സിൽ നിന്നായിരുന്നു. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് NM മെഹ്റലിയായിരുന്നു. വയനാട് ചൂരൽമല ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു. അന്ന് വയനാട് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുടെ ചുമതല കൂടി വഹിച്ചിരുന്നു. പെരിന്തൽമണ്ണ കക്കൂത്ത് സ്വദേശിയാണ് NM മെഹ്റലി. പെരിന്തൽമണ്ണ ഖാദർമല്ല UP സ്കൂൾ അധ്യാപിക ഹാജറയാണ് ഭാര്യ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കൂനൻ മലവാടിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടപ്പാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് പുറത്തിറങ്ങി. കൂനൻ മലയിൽ വികസനം തുടരുമെന്ന പേരിലാണ് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കൂനൻമല വാർഡിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടപ്പാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വാർഡംഗം K അനിൽകുമാർ തയ്യാറാക്കിയ കൂനൻമലയിൽ വികസനം തുടരുമെന്ന വികസന രേഖ P പത്മനാഭന് നൽകിക്കൊണ്ടാണ് പ്രകാശനം ചെയ്തത്. PP ഹരിദാസൻ, A മോഹൻദാസ്, പാക്കത്ത് ശങ്കരനാരായണൻ, VK ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ വാർഡിലെ എല്ലാവരുടെ പിന്തുണയോടുകൂടിയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചും കൊണ്ടുമാണ് 2 കോടിയിൽ പരം വർക്ക് നമ്മുടെ വാർഡിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും അതിനൊരു തുടർച്ചയുണ്ടാവും ആണ് എനിക്ക് പറയാനുള്ളത്. കല മനസ്സുകളെ പരിശുദ്ധമാക്കുമെന്നും ഇതിലൂടെ സംസ്കാര സമ്പന്നരായ വ്യക്തികളെ സൃഷ്ടിക്കാനാകുമെന്നും
പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരി അഡ്വക്കേറ്റ് കൃഷ്ണപുരത്ത് ഹരിപ്രിയ പറഞ്ഞു. പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ നടക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലാമേള മോഹനം 2025 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കല മനസ്സുകളെ പരിശുദ്ധമാക്കുമെന്നും ഇതിലൂടെ സംസ്കാരസമ്പന്നമായ വ്യക്തികളെ സൃഷ്ടിക്കാനാകുമെന്നും ഓട്ടൻതുള്ളൽ കലാകാരി അഡ്വക്കേറ്റ് കൃഷ്ണപുരത്ത് ഹരിപ്രിയ പറഞ്ഞു. പഠിച്ച വിദ്യാലയത്തിൽ വന്ന് 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചത് അത്രയധികം ഭാഗ്യമായി കണ്ടുകൊണ്ട് ഈ അവസരത്തിൽ 2 വാക്ക് സംസാരിക്കാനായി ഉപയോഗിക്കുന്നു. ഇപ്പോ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായതും സംതൃപ്തി ഉണ്ടായതും അറിയപ്പെടുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും തുള്ളക്കാരി എന്ന നിലയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി എന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും വേദികളായ കലോത്സവങ്ങൾ വാശി കൊണ്ടും രക്ഷിതാക്കളുടെ ഇടപെടൽ മൂലവും സംഘർഷവേദികളായി മാറുകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ കാര്യദർശി ആർ അനീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ PK തരകൻ മാസ്റ്റർ വിവിധ രംഗങ്ങളിൽ നേട്ടങ്ങളിൽ കൈവരിച്ച വിദ്യാർത്ഥികളെയും വിദ്യാനികേതനിൽ 25 വർഷം സേവനം പൂർത്തിയാക്കിയവരെയും ആദരിച്ചു. സംസ്ഥാന കാര്യദർശി M ബാലസുബ്രഹ്മണ്യൻ, ജില്ലാ ഉപാധ്യക്ഷൻ M രാജീവ്, ജില്ലാ സെക്രട്ടറി M ജയപ്രകാശ്, സംസ്ഥാന പ്രചാരക് പ്രമുഖ KV സജിത് കുമാർ, പ്രിൻസിപ്പാൾ P ഹരിദാസ്, മാനേജർ K കൃഷ്ണകുമാർ, N മഞ്ജുള, മാതൃഭാരതി ജില്ലാ സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് K ഇന്ദിര, സാന്ദ്ര, ദീപ്തി കൃഷ്ണ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കാണാം വാണിജ്യ വാർത്തകൾ. ബാംഗ്ലൂരിലെ ട്രെൻഡിംഗ് ബ്രാൻഡായ സ്വാദിഷ്ട വിഭവങ്ങളുടെ പാച്ചു റോൾസ് കേരളത്തിലും എത്തി. കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തു. ബിഗ് ബോസ് വിന്നറും സീരിയൽ താരവുമായ അനുമോൾ, മോഡലും നടനുമായ ഷിയാസ് കരീം എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മലയാളീസിന് ഭയങ്കര ഫേമസ് ആയിട്ട് ബാംഗ്ലൂരിൽ ആളുകൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് പാച്ചു റോൾസ്. അപ്പോൾ നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയിലുള്ള ആളുകളെല്ലാവരും പാച്ചു റോൾസിന് നല്ല റോൾസും അതുപോലെ നല്ല ജ്യൂസൊക്കെ എനിക്ക് അവിടെ കണ്ട അത്രയും ഫ്രൂട്ട്സ് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കാണ്. ബാംഗ്ലൂരിൽ ട്രെൻഡായി മാറിയ പാച്ചു റോൾസിന്റെ 12ാമത് ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണയിലെ രുചിപ്രിയർക്കായി സമർപ്പിച്ചു. കോഴിക്കോട് റോഡ് ബൈപ്പാസ് ജംഗ്ഷനിലെ AY കോംപ്ലക്സിൽ നവംബർ 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ പാച്ചു റോൾസ് പാച്ചു ബോബ ജ്യൂസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ബിഗ് ബോസ് സീസൺ 7 വിന്നറും സീരിയൽ താരവുമായ അനുമോൾ, മോഡലും നടനുമായ ഷിയാസ് കരീം എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പെരിന്തൽമണ്ണയിൽ പാച്ചു റോൾസ് വന്നിരിക്കുന്ന 2ാമത്തെ ബ്രാഞ്ച്. ഓൾറെഡി ബാംഗ്ലൂരിൽ അവിടെ ഒരു ബ്രാൻഡ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ബ്രാഞ്ച് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയുടെ സ്വന്തം നമ്മുടെ ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഫ്രഷ് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല കിടിലം ജ്യൂസാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. റോൾസ് അപ്പോൾ എന്തായാലും പാച്ചു റോൾസ് സെക്കൻഡ് ബ്രാഞ്ചാണ്. അപ്പോൾ ഇനി ഒരുപാട് ഭാഗങ്ങളിലായിട്ട് ഈ ഒരു പാച്ചു റോൾസ് വരാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ബാംഗ്ലൂർ വളരെ ഫേമസ് ആയിട്ടുള്ള പാച്ചു റോൾസ് നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയിൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അനുമോളാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇത്രയും ഒരു വലിയൊരു ജ്യൂസ് ഷോപ്പ് അല്ലെങ്കിൽ ഇത്രയും
ഫേമസ് ആയിട്ടുള്ള ജ്യൂസ് ഷോപ്പ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണയിലെ ആളുകൾ വന്ന് ജ്യൂസ് കഴിക്കുക. പാച്ചു റോൾസ് വളരെ ടേസ്റ്റി ആയിട്ട് യമ്മി ആയിട്ടുള്ള ഒരു റോൾസാണ്. ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് കഴിച്ചിട്ടുണ്ട്. അത്രയും ഫേമസ് ആയിട്ടുള്ളതാണ്. നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫുഡങ്ങാടിയായ സ്വന്തം പെരിന്തൽമണ്ണയിൽ. അപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണ ആളുകൾ കഴിച്ച് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഓൾറെഡി കഴിച്ച ആളാണ് മുമ്പ്. ആ സെയിം ടേസ്റ്റിൽ സെയിം ആ ഒരു ഫെസിലിറ്റിയോടെ നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റിയോടെ പെരിന്തൽമണ്ണ തുടങ്ങിയിരിക്കുക. നജീബ് കാന്തപുരം MLA, ചെർപ്പശ്ശേരി നഗരസഭാ സ്ഥിരസമിതി ചെയർപേഴ്സൺ KT പ്രമീള, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. രുചിയുടെ വൈവിധ്യങ്ങളുമായി 5 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ തുടങ്ങിയ പാച്ചു റോൾസിന് ബാംഗ്ലൂർ നഗരത്തിൽ ഉടനീളം ഔട്ട്ലെറ്റുകളുണ്ട്. യുവ സംരംഭകരായ KK ഷൗക്കത്ത്, S മിഹ്റാൻ, M ജംഷീർ, K മുഹമ്മദ് അലി, അജേഷ് CP, അബ്ദുൽ സലാം കളത്തിൽ എന്നിവരുടെ കൂട്ടായ്മയിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ സ്വന്തം നാട്ടിലും എത്തിയിരിക്കുന്നത്. നമ്മൾ 5 വർഷമായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ട് ഞങ്ങൾ 3 പേര് കൂടി തുടങ്ങിയ സ്ഥാപനമായിരുന്നു. ഇപ്പോൾ വിപുലീകരിച്ച് നമ്മൾക്കൊരു 10-12 ബ്രാഞ്ചുകളായി. ഇപ്പോൾ നിലവിൽ നമ്മളെ കേരളത്തിലത്തെ ഫസ്റ്റ് നമ്മൾ ഔട്ട്ലെറ്റാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ആയിരിക്കുന്നത്. കേരളത്തിലെ ഫസ്റ്റ് ഔട്ട്ലെറ്റാണ് ഇവിടെ പെരിന്തൽമണ്ണ ഓപ്പൺ ആയിരിക്കുന്നത്. മറ്റ് 11 ഔട്ട്ലെറ്റ് നമ്മൾ ഓൾറെഡി ബാംഗ്ലൂരുണ്ട്. നമ്മളെ ഇതുവരെ കസ്റ്റമർ അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും വളർന്നു വന്നതും നമുക്ക് പെരിന്തൽമണ്ണ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം ഓപ്പൺ ആക്കാൻ കൂടിയതും. ഐസ്ഡ് ടീ, ബോബ വെറൈറ്റി ജ്യൂസ്, ചിക്കൻ റോൾ, വെജിറ്റബിൾ റോൾ, പെപ്പർ ചിക്കൻ റോൾ, എഗ് റോൾ, ജംബോ ക്രിപ്സി റോൾ, ക്രിപ്സി ഫൈസി മിക്സ്, ലോഡഡ് ഫ്രൈസ്, ക്ലബ് സാൻഡ്വിച്ച്, ബർഗർ ആൻഡ് ഫാരിസ് തുടങ്ങിയ 100-ൽ പരം വിഭവങ്ങൾ പെരിന്തൽമണ്ണക്കാർക്കായി സമർപ്പിച്ചിരിക്കുകയാണ് പാച്ചു റോൾസ്. ബാംഗ്ലൂർ ടെസ്റ്റിന്റെ തനതു രുചിയിൽ വ്യത്യസ്തമായ വിവിധതരം ജ്യൂസുകളും പെരിന്തൽമണ്ണയിൽ ആദ്യമായി ലഭ്യമാക്കി. പാച്ചു റോൾസിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ റോൾ ഉണ്ട്, പിന്നെ അതേമാതിരി വെജ് റോൾ ഉണ്ട്, പിന്നെ അതേമാതിരി സാൻഡ്വിച്ച്, ബർഗർ, പിന്നെ തായ്ലാൻഡ് ജ്യൂസുകൾ, പിന്നെ മൊജീറ്റോ ഐറ്റംസ്, പിന്നെ ബ്രോസ്റ്റ്, ഇതെല്ലാം നമ്മൾ പാച്ചു റോൾസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലഞ്ചിന് പകരം കഴിക്കാവുന്ന കോംബോ ചിക്കൻ റോൾ, കോംബോ ക്രിപ്സി എന്നിവ പാച്ചു റോൾസിന്റെ പ്രധാനപ്പെട്ട വിഭവങ്ങളാണ്. ഭക്ഷണപ്രേമികൾക്കായി വല്ലപ്പുഴയിൽ ഇതാ വിശാലമായ ഒരിടം. 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്റ്റാർ നൈറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള പുതിയ സംരംഭം പേർഷ്യൻ പാലസ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് വല്ലപ്പുഴ തെങ്ങുംവളപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പേർഷ്യൻ പാലസ് ഉദ്ഘാടനം ചെയ്തു. രുചിവൈവിധ്യങ്ങൾ തേടുന്നവർ ഇനി വല്ലപ്പുഴയിൽ വന്നോളൂ. 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഭക്ഷണപ്രേമികളുടെ വയറും മനസ്സും നിറച്ച സ്റ്റാർ നൈറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള പുതിയ സംരംഭം പേർഷ്യൻ പാലസ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് വല്ലപ്പുഴ തെങ്ങുംവളപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പേർഷ്യൻ പാലസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി നേതാക്കൾ, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ, രാഷ്ട്രീയ സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖർ, കുടുംബാംഗങ്ങൾ, മറ്റ് അതിഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ അസുലഭ മുഹൂർത്തങ്ങൾ ആനന്ദകരമാക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് പേർഷ്യൻ പാലസ്. അത്യാകർഷകമായി ഒരുക്കിയിട്ടുള്ള റെസ്റ്റോറൻറ്റിനോടനുബന്ധിച്ചു തന്നെ വിശാലമായ കോൺഫറൻസ് ഹാളുമുണ്ട്. കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം കാളപ്പറമ്പ് മഹല്ല് ഖത്തീബ് മുസ്തഫ ഫൈസി നിർവഹിച്ചു. വല്ലപ്പുഴയ്ക്ക് പുത്തൻ വൈബാണ് പേർഷ്യൻ പാലസ് റെസ്റ്റോറൻ്റ് എന്ന് ഉദ്ഘാടനം നിർവഹിച്ച പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഒരു അത്യാവശ്യത്തിലധികവും ഒരു കല്യാണം വരെ നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ പ്രോഗ്രാം വരെ നടത്താൻ ശേഷിയുള്ള ഒരു സ്ഥാപനമായി ഉള്ള സൗകര്യമാണ് പേർഷ്യൻ പാലസ് റെസ്റ്റോറൻറ്റിൽ ഒരുക്കിയിട്ടുള്ളത്.
ഡൈനിങ്ങുമായി ബന്ധപ്പെട്ടതായാലും അതുപോലെ തന്നെ മറ്റൊരു ഹോളും സെറ്റപ്പും ഒക്കെ കണ്ടു, നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ സംരംഭവും തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചാണ് ഓരോ സ്ഥാപനങ്ങളും ആരംഭിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണ മേഖലയിൽ വല്ലപ്പോഴും എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മികച്ച രീതിയിലുള്ള നല്ല വിഭവങ്ങൾ നമുക്ക് ആദ്യമായി പുതിയ വിഭവങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് സ്റ്റാർലൈറ്റ് ഫാമിലിയിൽ നിന്നുള്ള ഹോട്ടലുകളിൽ നിന്ന്. പ്രവർത്തന പാരമ്പര്യവും രുചിയിലും ഗുണമേന്മയിലും വിട്ടുവീഴ്ചയില്ലാത്ത ഭക്ഷണ വിഭവങ്ങളുമാണ് പേർഷ്യൻ പാലസിനെ ആളുകൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. AC, non-AC ഡൈനിങ് ഹാൾ, പരിചയസമ്പന്നരായ ഷെഫുകൾ, നിങ്ങളുടെ ഇഷ്ടാനുസരണം വെജ് ആൻഡ് നോൺ വെജ് പാക്കേജുകൾ, ബഫറ്റ്, പ്ലേറ്റ് സർവീസ്, സെൽഫ് സർവീസ് സൗകര്യം, സ്പെഷ്യൽ ഡൈനിങ് ഏരിയ, സ്റ്റേജ് ഡെക്കറേഷൻ, ലൈവ് കൗണ്ടറുകൾ എന്നിവയെല്ലാം പേർഷ്യൻ പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതകളാണ്. വിവാഹം, വിവാഹ നിശ്ചയം, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, കുടുംബസംഗമങ്ങൾ, പിറന്നാൾ പാർട്ടികൾ, സ്കൂൾ കോളേജ് പരിപാടികൾ എന്നിവയെല്ലാം നടത്താനുള്ള സൗകര്യത്തോടെയാണ് കോൺഫറൻസ് ഹാൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതുവരെ തുടർന്നു വന്ന സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാവണമെന്നും ഏറ്റവും മികച്ച സൗകര്യങ്ങളുമായാണ് പേർഷ്യൻ പാലസ് ഒരുക്കിയിരിക്കുന്നതെന്നും ഉടമ ഷംസുദ്ദീൻ പറഞ്ഞു. സ്റ്റാർലൈറ്റ് ഫാമിലിയിൽ നിന്നും പേർഷ്യൻ പാലസ് എന്ന ഒരു പുതിയ സംരംഭം, ഒരുപാട് വിശാലമായ പാർക്കിംഗ്, ഹാൾ സൗകര്യം, എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടെ നമ്മൾ പുതുതായിട്ട് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാവിധ ഹെൽപ്പുകളും ഉണ്ടാകണം. ഇവിടെ എല്ലാവിധ ഫുഡും അവൈലബിൾ ആണ്. റോസ്റ്റഡ്, അൽഫാം, ഷവർമ, ഷവായി, ബിരിയാണി ഐറ്റം, മന്തി, അറേബ്യൻ ഐറ്റം, എല്ലാ ഐറ്റം അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് വല്ലപ്പോയിൽ ഇത്രയും വലിയ ഒരു ഹാൾ സൗകര്യമുള്ള വേറൊരു ഇപ്പോൾ ഓൾറെഡി ഒരു ഏരിയ ഇല്ല. അപ്പോൾ അതും കൂടി കൂടിയിട്ടാണ് നമ്മൾ പേർഷ്യൻ പാലസ് എന്ന റെസ്റ്റോറൻറ്റ് എന്ന പേരിൽ നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 500-600 ആളെ ഫംഗ്ഷൻ നടത്താനുള്ള സൗകര്യം ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉണ്ട്. വീണ്ടും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ട്, കൂടുതൽ ആളെ ഉൾക്കൊള്ളിച്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 500-600 വരെ ഉള്ളത് ചെയ്യാം. വരുന്നവർക്ക് കംഫർട്ടബിൾ ആവും. നല്ല പുതിയ മോഡലിൽ, പുതിയ അറ്റാച്ച്മെൻറ്റിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോം ഡെലിവറി, വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവയും പേർഷ്യൻ പാലസിന്റെ പ്രത്യേകതയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യം. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരത്ത് സഹപാഠികളുടെ മത്സരം. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഇത്തവണ മത്സരരംഗത്തുള്ളത് ഇടത് സ്ഥാനാർത്ഥികളായി. 1, 2, 14 വാർഡുകളിലാണ് സഹപാഠികൾ ജനവിധി തേടുന്നത്. പിണറായി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ B ടീമാണെന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. ഇടതു ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായി തദ്ദേശ തിരഞ്ഞെടുപ്പ് മാറണമെന്നും ഹമീദ് അലി തങ്ങൾ. നെല്ലായ പേങ്ങാട്ടിരിയിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ സാധനങ്ങൾ കത്തിനശിച്ചു. ആളപായമില്ല. ഒറ്റപ്പാലം നഗര നവീകരണം. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായ നടപ്പാതകൾ ഒരുങ്ങുന്നു. ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തികൾ. നടപ്പാതകൾ ടൈൽസ് വിരിച്ച് മനോഹരമാക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.